അങ്ങ് ഗോവ വരെ. ഇത് ഗോവ വരെ. ഇന്നലത്തെ പ്ലെയിൻ ഇതിന്റെ മുകളിൽ കൂടെ വന്ന എയർപോർട്ടിന്റെ റൺവേയിലോട്ട് വരുന്നു. അല്ല അതുണ്ട്, എന്നാലും ഈ ഭാഗം ഇങ്ങനെ നിൽക്കുന്നല്ലോ ഇപ്പോഴും. അതെ അതെ, ഇല്ല ഇതെല്ലാം സെക്യൂർഡ്. കുറച്ചടുത്ത് മാത്തേറാനും പറഞ്ഞൊരു സ്ഥലം പോയിട്ടുണ്ടോ? ട്രെയിനില്ലേ? ട്രെയിനുണ്ടല്ലോ, വലിയ ബുദ്ധിമുട്ടാണ്, തിരക്കല്ലേ. പണ്ട് ഞങ്ങള് പോയിട്ടുണ്ട് ഇതുപോലെ നടന്നു. ഇരുന്നോ? അമ്മച്ചിയുടെ ആയിരിക്കും വരുന്നോ? ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമ്മൾ പോകാത്ത ഒരു സ്ഥലം വഴക്കുണ്ടാക്കാൻ രശ്മിക്ക് പറയാൻ സാധിക്കും. ഇത് കണ്ടപ്പോഴാണ് കല്യാണം കഴിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പറ്റിച്ചാവുന്നത്. സഖ്യപർവ്വതത്തിന്റെ അടിവാരത്താണ് ബോംബെയിൽ വീണെന്നില്ലേ. ഇതുപോലുള്ള മലകൾ തുറന്നാ കൊങ്കൺ റെയിൽവേ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ആ കൊങ്കണി ട്രാവൽ ചെയ്തിട്ടില്ലേ? അതെ അതെ. ഞങ്ങളിപ്പോൾ ആദ്യം ഗൾഫിന് പോകുന്നതിന് തൊട്ട് മുമ്പൊക്കെയാണ് കൊങ്കൺ ഓപ്പൺ ആയത്. ഒരു ട്രിപ്പ് നമ്മൾ ഭോപ്പാലിൽ നിന്ന് വന്നിട്ട് ഒരു തവണ കൊങ്കണിൽ കൂടെ ട്രാവൽ ചെയ്തു. രസമാണ്. പക്ഷെ നമ്മൾ സാധാരണ കൊങ്കൺ വരുന്നത് എവിടെ? രാത്രിയിലാണ്. ഗോവയുടെ ഏരിയയിലല്ലേ, അവിടെ അല്ലേ കൊങ്കൺ. എപ്പോഴും നമ്മൾ വരുന്നത് രാത്രിയിലാണ്. അതെല്ലാം ടൂർ പാക്കേജാണ്. പാക്കേജൊന്നുമല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാല് എൻട്രി ഫീസ് ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബസ്സിലെല്ലാം കൊണ്ടുപോകും. അതെ അതെ. ഞാൻ അന്ന് ബോംബെ ഉണ്ടായിരുന്ന സമയത്ത് ആ ബാൻഡ്ര കുർള റോഡൊക്കെ ഒന്ന് ഡെവലപ്പായി. ആ ബാൻഡ്ര കുർള റോഡിൻ്റെ റൈറ്റ് സൈഡിൽ ബാൻഡ്ര വിട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഒരു വലിയ കോംപ്ലക്സാണ്. MSCBയുടെയും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും ഇവിടുത്തെ ഓയിൽ കമ്പനികളുടെ എല്ലാം ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ബേബി ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഹലോ ഹലോ മുംബൈ. ആംചി മുംബൈ. ആംചി മുംബൈ. ആംചി മുംബൈ. നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു ജോലി ഒന്ന് ശ്രമിച്ചാലോ? ഞാൻ ചോദിക്കട്ടെ. സജീവ് പാർക്കറൊക്കെ ഹെൽപ്പ് ചെയ്യും. അല്ല, സജിക്ക് ബിസിനസ്സും ഉണ്ടല്ലോ, അവൻ്റെ ബിസിനസ്സേ. ജോലി കഴിഞ്ഞ് പിന്നെ ഒട്ടനെ പറക്കുക 4 മണിക്കൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ. 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് 5 വർഷം, IT കഴിഞ്ഞവർക്ക് 3 വർഷം, ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 3 വർഷം 2 വർഷം,
ഗ്രാജുവേറ്റ് എഞ്ചിനീയർക്ക് 1 വർഷം. അതാണ് പ്രോസസ്സ്. കോഫി റോഡ് സൈഡ് മതിയാ കേട്ടോ, ഷോപ്പിലൊന്നും പോകണ്ട. ഇവിടെ കാണുമോ? ഞങ്ങൾ അവിടെ കുടിക്കും. അല്ല അവിടെ ചിലപ്പം വയറ് പിടിക്കത്തില്ല. ഞങ്ങൾ കൂട്ടുകാരെ ട്രെയിനിൽ പോയത് 10 പേരുണ്ടെങ്കിൽ 5 പേർക്ക് വയറുകളായി. 5 പേർക്ക് ഒരു കുഴപ്പമില്ല. സെയിം ഫുഡ് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ വയറിളക്കം അവിടെ പോയിരുന്നു. വാശി കഴിഞ്ഞ് നവി മുംബൈ ഇതെല്ലാം കൂടെ ചേർത്താ പറയുന്നത്. എല്ലാം കൂടെ ചേർത്ത് നവി മുംബൈയിൽ കോമൺ ആയിട്ട് വിളിക്കുന്നത്. നമ്മൾ മുംബൈയിൽ വിളിക്കത്തില്ല. ചേരി ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല. നമ്മൾ സിറ്റികളല്ല പോകുന്നത്. സിറ്റി ഞാൻ കയറിയില്ല. സിഗ്നലുണ്ടോ അവിടെ? ഇന്ന് സൺഡേ പക്ഷേ ഇന്ന് ഓഫീസൊന്നും ഇല്ല. പക്ഷേ ആൾക്കാരെല്ലാം അതെ ആഫ്റ്റർനൂണൊക്കെ ശരിക്കും. കാരണം 2 പേർക്ക് ലീവ് ഉള്ള സമയമല്ലേ, 2 ദിവസം ലീവ് ഉള്ളവർക്ക് സാറ്റർഡേ സൺഡേ അല്ലേ, കാരണം അവരെല്ലാവരും എങ്ങോട്ടേലും പോകും. ധീരുഭായ് അംബാണി അതിനകത്തായിരുന്നു എൻ്റെ കൂട്ടുകാരൻ ക്ലാസ്മേറ്റ്. റിലയൻസിലെ എഞ്ചിനീയർ ആയിരുന്നു, അവൻ ഡിവിഷൻ എഞ്ചിനീയർ വരെയായി. കാംധേനു ട്രെയിൻ പോകുന്നുണ്ടോ? പാരലൈൻ ലോക്കൽ ട്രെയിൻ ട്രെയിൻ പോലെ ഇപ്പം മിണ്ടത്തില്ല. രജിസ്ട്രേഷൻ എവിടെ അടുത്തുള്ള തുമ്പേ കുർളയോ തുമ്പേ ട്രുമ്പ്. ഫർണിച്ചർ കടയാണോ? ഫർണിച്ചർ കടയോ? ഉണ്ട്. ഇവിടെ ബോംബെ 2 ഉണ്ട്. ഒന്ന് ഇവിടെയും ഒന്നും ബോംബെയിൽ. നല്ല അത്യാവശ്യം നല്ല വിലയാണ് അതിന്. വിലയാണ് ഇവിടെയാണ് തന്നെ ക്വാളിറ്റി അല്ലേ? അല്ല നമ്മളതിനകത്ത് കയറുന്ന മേടിക്കാമല്ലോ. കണ്ടിട്ട് നടക്കാന ഒരു സൈഡ് കയറി കഴിഞ്ഞാല് എന്റെ കൂടെ ഇറങ്ങാൻ പറ്റും. അവിടെ ആമസോൺ പെണ്ണുങ്ങളും ഉണ്ട്. ഹമായ ഭായ് ഹമായ. അതെ അല്ല മുംബൈയിൽ അവർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, അത്രയ്ക്ക് പോപ്പുലേറ്റഡ് ആണ്. പിന്നെ അതിൻ്റെ അകത്ത് അവരെ ഒന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. 1 മിനിറ്റ് ഒന്നും ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് നമ്മുടെ പവർ സപ്ലൈ അവിടെ ചെയ്തേ വട്ടിയുള്ളൂ. മറ്റേ പബ്ലിക് ട്രാൻസ്പോർട്ട് കുറവാണ്. അവിടെ ഉള്ളവരോട്
ഞാൻ എൻ്റെ ഉന്തുവണ്ടി ഓടിച്ചിട്ടുണ്ട്. അതാ ഇതാ ഞങ്ങൾ തന്നില്ല. കൊണ്ടോട്ട് എൻ്റെ മോളെ ഒന്ന് പറയട്ടെ, ഹൈവേയിലിട്ട് എത്ര അവള് ഇട്ടിട്ട് ഇറങ്ങിപ്പോവും. ഈ കടയിലൊന്നും മാറി കിട്ടാവുന്ന സാധനമല്ല ഈ ഡിവോഴ്സ് ഒന്നും, അല്ലെങ്കിൽ അന്നേരം അവളല്ലേ പറഞ്ഞു വിട്ടേലായിരുന്നു. പോയില്ല. ഓ നമ്മള് എന്തെല്ലാം നോക്കിയിട്ട് എന്തെല്ലാം ചവിട്ടിയിട്ടും ഇത്തിൽ കണ്ണി പിടിച്ചിരിക്കുന്നത്. ഈയിടെ ഞാൻ ആദിവാസികളുടെ ഒരു മരുന്നിന്റെ ഒരു വീഡിയോ ഉണ്ട്. നമ്മുടെ കിണറ്റിലൊക്കെ ഇഷ്ടംപോലെ നിൽക്കുന്ന ഒരു സാധനം ഉണ്ട്. അതിന് അവര് പറയുന്നത് അണ്ണാൻ ചേർത്ത് സംതിങ് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന. അത് വെള്ളമില്ലാതെ ഇവർ കാട് കയറി പോകുമ്പോൾ വെള്ളമില്ലാതെ വരുമ്പോൾ അത് പറിച്ചിട്ട് അതിന്റെ കിഴങ്ങ് പറിച്ചിട്ട് അവര് വെള്ളത്തിന് പകരം ചപ്പുന്ന. നമ്മുടെ കിണറ്റിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതെ അതെ അതെ. ഓക്കെ. ഈ യൂറൻ അതെങ്ങനെയാ വായിക്കുന്നത് നിങ്ങൾ? ഉരൺ അല്ലേ? ഓ ഓക്കെ. ഇപ്പൊ ഇന്നലെ എന്നോട് സാന്താക്രൂസിന്റെ ആ ഒരു വലിയ അതങ്ങ് ഒഴിവായി കിട്ടുവേ തിരക്ക്. കാരണം പിന്നെ പാസഞ്ചേഴ്സ് എല്ലാം ഇങ്ങോട്ടാ പോകുന്നത് മുഴുവൻ. ട്രാൻസ്മിഷൻ ലൈനൊക്കെ കണ്ടോ എത്ര മോസ്റ്റ് മോഡേൺ തിങ്സ് ആയിട്ട്. ഇന്ന് ഏതാണ്ട് ഇലക്ഷൻ ഉണ്ട് ശിവസേനയുടെ. ഇന്നലെ ഇവിടെ ഇന്നലെ ഏതാണ്ട് ഒരു 2-3 പേര് കെട്ടിടത്തിന്റെ മുകളിൽ ചാടിയല്ലേ ഇവിടുത്തെ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ. അതെ അതെ. അല്ലാതെ അജിറ്റേഷൻ നടക്കുന്നതുകൊണ്ട് ഓൾറെഡി നിയമസഭ നടക്കുകയാണല്ലോ. അവരൊക്കെ മൊത്തം നിയമസഭ മന്ദിരത്തിന് ചുറ്റും വലയിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മജോറിറ്റി കിട്ടുന്നില്ലേ? ശിവസേനയ്ക്കും ഇല്ല, BJPക്കും ഇല്ല മജോറിറ്റി. അത് കാരണം ഈ ഇതാ പെലിക്കൻസ്. ഇന്നെ മക്കളെ ഈ അപ്പോളിലൊക്കെ ഒരുപാട് മലയാളി നഴ്സുമാരും ടെക്നീഷ്യൻസും ഡോക്ടേഴ്സും. ഇവിടെ നല്ല വിലക്കാരാ. ഇതൊക്കെ വീഡിയോ വരട്ടെ. ഞാൻ ഒരു മലയാളികൾ നടത്തിയ ഒരു ഡിബേറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കണ്ടായിരുന്നോ അത്? ഇല്ലല്ലേ? ഇല്ല, ഗ്രൂപ്പിൽ ഞാൻ ഇട്ടില്ല. അത് എന്നാന്ന് ചോദിച്ചാൽ ഗ്രൂപ്പിലെ ആൾക്കാരുടെ പൊളിറ്റിക്കൽ വാല്യൂസ് ഒക്കെ വളരെ വേറെ ഡിഫറെൻറ്റ് ലെവലാണ്. എല്ലാം ഷെയ്ഖുമാരുടെ ലെവലാണ്. എൻ്റെ വീഡിയോയിൽ റെക്കോർഡിങ് ഇല്ല. അത് ആക്ച്വലി ഞാൻ ചെയ്തതായിരുന്നു, അതങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. പക്ഷെ വേറൊരാൾ ചെയ്തതിൻ്റെ അകത്തുണ്ടത്. അതെയോ? ഓക്കെ. ഇതാ പുതിയ ബ്രിഡ്ജിൻ്റെ തുടക്കം ആയോ? അല്ല, ആ പറഞ്ഞ സ്ഥലം ആയോ? ഇല്ല. ഓക്കെ. വാ വാ. ഓ അല്ല, ഷിപ്പ് ചാനലാണോ? ഇതൊക്കെ ചതുപ്പാണ്.
ഫ്രണ്ട് കണ്ടോ? അതെ ലൈറ്റാ മുമ്പിൽ നിന്ന്. നല്ല ചായക്കടയൊക്കെ കിട്ടുന്നില്ല. ഓ നോ പ്രോബ്ലം, നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. വലത്തുവശത്ത് കാരണം കൊണ്ട് കണ്ടെയ്നർ അതാ ഈ കണ്ടെയ്നറിൽ നിന്ന് സാധനം ഇറക്കുന്ന എയർപോർട്ട് പ്രൊജക്ട് ഓഫീസ് ഇവിടെങ്ങാണ്ട എയർപോർട്ടിന്റെ ഈ ഇടത്തുവശത്ത് കാണുന്നതായിരിക്കും ചിലപ്പോൾ എയർപോർട്ട്. ഇതൊക്കെ സത്യത്തിൽ ഇപ്പോൾ ഏത് സ്ഥലം ലൊക്കേഷൻ ഇതൊക്കെ പൻവേലാണോ? അല്ല ഓ ഇതാണ് യൂറൻ. ഞാനോർത്ത് യൂറൻ. ആ ഓ ഞാനോർത്ത് യൂറൻ അതർ പോയില്ല. ഓക്കെ ഓക്കെ. അയ്യാ ഇതൊക്കെ കുറേ വില്ലേജുകളാണ് മഹാരാഷ്ട്രയുടെ. അതായത് എയർപോർട്ട് ബ്രിഡ്ജ് പണിയുന്നുണ്ടോ അവിടെ കണ്ടോ? ടെർമിനലൊക്കെ ആയി. ഇത് ഉണ്ട് റൺവേകളൊക്കെ ആയി വരുന്നു. അങ്ങോട്ടുള്ള പ്രോജക്ട് ബിൽഡിംഗ് പാലമൊക്കെ ട്രയൽ ചെയ്യുമോ? ആൾക്കാരെ ആദ്യം ഇറക്കി അത് പതുക്കെ. അല്ല രണ്ടാമത്തെ എയർപോർട്ട് ഇവിടെ ഒരു എയർപോർട്ട് കൂടെ ദൈവം ഞങ്ങളെ കൊണ്ടും പാടിക്കോടി ഷൈനി, നീയൊക്കെ വെച്ചോണ്ടിരുന്നു. ഞാൻ ഞങ്ങൾക്കൊരു സംഗീത സാറിന് ക്ലാസ് ഉണ്ടായിരുന്നു. പുള്ളിയെ ബോണ്ട ജോണി എന്നാണ് വിളിക്കുന്നത്. പുള്ളി ആളൊരു 5 അടി പൊക്കെ ഉള്ളു. ആ സംഗീത സാറ് എല്ലാവരും പുള്ളിയുടെ ക്ലാസ് ഒക്കെ പുള്ളിയെ ബോണ്ട ബോണ്ട ബോണ്ട. സംഗീതം ഉണ്ടായില്ല. ഡ്രോയിങ് ഇല്ലായിരുന്നു നിങ്ങൾക്ക്? പിന്നെ ഇങ്ങനെ നമ്മളെ ഓരോ എക്സസൈസ് ചെയ്യിക്കുന്നത്. ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. അതോടൊപ്പം രേഷ്മയാണോ? എനിയോ നോ പ്രോബ്ലം. അതാ വിളിച്ച് ഇവിടുത്തെ ഈ പേരിൽ കൂടെ ഉള്ളേ. കൊച്ചു വിഷമായിരുന്നു അതാ. വിശന്ന് പോയല്ലേ? ഇനിയുണ്ടോ? തന്നെത്താനെ പിടിച്ച മുടിയാ. ഇനിയുണ്ടോ പൗഡർ ഉണ്ടോ? ഇനിയുണ്ടോ? മുടി കൊടുക്കും. അത് കൂടുതൽ ചോദിച്ചാൽ ചിലപ്പോ അത് കുടിക്കാൻ. Then I let it go away. ആ പാട്ട് പുതിയതാന്ന് തോന്നുന്നു. അതിങ്ങനെ ഇതുണ്ടോ വലത്തുവശത്ത് കണ്ടോ ഒരു സാധനം? സ്റ്റാച്യു ഉണ്ട്. ആ സ്റ്റാച്യു. ഓ അതല്ല, നമ്മളതിൻ്റെ മുമ്പ് കൂടെ വന്നായിരുന്നു. അത് ശിവജിയുടെ ഇവന്റ് ശിവാജിയുടെ കണ്ടില്ലേ ആ നിപ്പും. അന്നിപ്പോ അങ്ങോട്ട് അങ്ങോട്ടാ കാണിക്കുന്ന ആൾക്കാരെ. ശിവാജി ഗണേശൻ. ഇവർക്ക് ഭയങ്കര ഇതാ ശിവാജി. ഒരു തവണ അക്ബറിൻ്റെ കൊട്ടാരത്തിൽ ശിവജിയെ തടങ്കലിലാക്കിയായിരുന്നു. ആ പുള്ളിയെ ഇത് ഗസ്റ്റായിട്ട് വിളിച്ചു വരുത്തിയിട്ട് അക്ബർ രാജാവ് പുള്ളിയെ തടവിലാക്കി. വിളിച്ചു ഗസ്റ്റായിട്ട്. കാരണം അത്രയ്ക്ക് പവർഫുള്ളായിരുന്നു ശിവജി. പുള്ളിയെ അവർക്ക് മുസ്ലിംസിന് ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ലായിരുന്നു. മീൻസ് ആ അവരുടെ ആ സാമ്രാജ്യം അതങ്ങ് ആഗ്രഹം അവിടെയൊക്കെ കൊണ്ടങ്ങ് നിൽക്കുകയായിരുന്നു. മഹാരാഷ്ട്രയോട്ട് വരാൻ പറ്റുന്നില്ലായിരുന്നു. അതിനവർ പോയ എടുത്ത് അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് അവസാനം തടങ്കലിലാക്കി.
3 ദിവസം തടങ്കലിൽ കിടന്നു കഴിഞ്ഞപ്പം പുള്ളിയെ കാണാനില്ല ശിവജിയെ. 2, 3, 4, 5. അന്ന് CCTV ഒന്നും ഇല്ലല്ലോ. അവസാനം മനസ്സിലായി കൊട്ടാരത്തിൽ പൂ കൊണ്ടുവന്ന പൂക്കച്ചവടക്കാരൻ്റെ കൊട്ടയ്ക്കകത്താണ്. കൊട്ടയ്ക്കകത്ത് അത് ഓർഗനൈസ്ഡായിട്ട് ചെയ്ത ഒരു എസ്കേപ്പ് റൂട്ടായിരുന്നു. കാരണം പുള്ളിയുടെ ആൾക്കാർക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്താണ്ട് പുള്ളിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലെന്നേ. അതിന് കൊട്ടാരത്തിൽ പൂക്കൾ സപ്ലൈ ചെയ്യുന്ന പൂക്കോട്ടയ്ക്കകത്ത് പൂക്കോട്ട വിൽക്കാൻ വന്നവരുടെ കൊട്ടയ്ക്കകത്താണ് ശിവജി. നമ്മുടെ പഴയ അമ്മച്ചിപ്പിളാവിൻ്റെ കഥ പറയുന്ന പോലെ അങ്ങനെ രക്ഷപ്പെട്ട ശിവജിയാണ്. കാരണം ഈ മറ്റുള്ളവർക്ക് യുദ്ധം ചെയ്തൊന്നും പിന്നെ ഒക്കെ ഇല്ല. അത്രയ്ക്ക് മറാഠ സാമ്രാജ്യം ഒരു രീതിയിൽ ആക്രമിക്കാൻ പറ്റാത്ത രീതിയാണ്. എന്നിട്ട് അവർ വന്ന് ഇവിടുത്തുണ്ടായിരുന്ന ഈവൻ നർമ്മദ ഒക്കെ അതൊക്കെ തകർത്തു. ഇവിടെ ഉണ്ടായിരുന്ന മെയിൻ ടെമ്പിൾസും എല്ലാം. എന്നിട്ടും അമ്മച്ചിയുടെ അടുത്ത് വരുന്നോ? അമ്മച്ചി എന്ത് ചെയ്യൂലേ? വരുന്നോ? ഇവിടെ വന്നില്ല. അതിന് കുഴപ്പമൊന്നും അപ്പുറത്തുണ്ടായില്ലല്ലോ. മോളെ ഇതൊന്നും ഇതിനകത്ത് ഇതൊന്നും മോനോ നോ നോ ഇറ്റ്സ് ഓക്കെ. എനിക്കിത് മതി. ഈ ബ്രിഡ്ജിന്റെ പേരിന് സീപോർട്ട് എയർപോർട്ടോ അല്ല? ഓ, അടൽ സേതു വാജ്പേയിയുടെ പേരില്ല അല്ലേ? ഓക്കെ. ഇത് മുഴുവൻ എലിവേറ്റഡ് ബ്രിഡ്ജാന്ന് തോന്നുന്നു അല്ലേ? ഇതൊക്കെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ബ്രിഡ്ജുകളാണ്. അത് ആക്ച്വലി മൗണ്ടൻ ടു മൗണ്ടൻ ടോപ്പിൽ അടിക്കാന്ന് തോന്നുന്നു. ഓ, എന്ത് പാറ പൊട്ടിച്ച് പോയിട്ടുണ്ടെന്ന്. എത്തി മക്കളെ, എത്തി. सरदार जी अकेले बैठा है ना? ഇതിനകത്ത് ഇതുണ്ടോ, ടണലുണ്ടോ? ഇല്ല. മധ്യപ്രദേശ് ഇത് സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. അല്ലെ പിന്നെ ഈ അടൽ ബിഹാരിയുടെ പേര് വന്ന സെൻട്രൽ ഗവൺമെന്റ് അല്ലേ? സ്റ്റേറ്റിന്റെ അല്ല. ഈ ഒമാനൊക്കെ ഇതുപോലൊക്കെ തന്നെ ഈ മലകളും ഇവരെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നു. हल्की वाहन, कार, मोटर व्हीकल्स. ओ बैठो 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 बैठो. हमने कर दिया भाई. ഇല്ല മോളെ, വരാൻ്റെ ഒന്നും ആവശ്യമില്ല. ദിസ് ഫൈൻ. എനിക്ക് ആ സൈഡാണ് ബെറ്റർ. മോൾ അത്ര
അത്രയും മുമ്പ് ഇരുത്തിയിട്ടൂടെ നമ്മളെന്ത് ഡിസ്റ്റർബ് അപ്പം പുറകിലിരുന്നെങ്കിൽ ഓ ഇല്ല പുറകെ ഇങ്ങനെ അവിടെ ഓ ഇതൊക്കെ കുഞ്ഞ് വരുവേ ടോയിലെ പിടിച്ചോണ്ട് നമ്മള് ഫോണേല അല്ല ഗോപ്രോയിൽ ഓ ഇല്ല ഓ നമുക്ക് എന്നാന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും ഉണ്ടാവും പാലം ഉണ്ടെന്നേ ഉള്ളൂ കടൽ പാലം ഇപ്പൊ പാലം കാണാം അതെ ഇവന്മാർ ഇത് വെച്ച് അടച്ചേക്കും കണ്ടോ ആന്റി പാലം അയ്യോ കണ്ടു അങ്ങോട്ട് കിടക്കുക. എത്ര നാളത്തെ പണിയായിരുന്നു അന്നേരം അയ്യോ. അത് നമുക്കറിയത്തില്ല പണി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഇവിടെ പണി നടന്നത് ആരും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. കടലടിയിൽ എന്തോ ഇതെല്ലാം മാംഗ്രൂവ് ഫോറസ്റ്റുകളാണ് അതെ ഇത് നമ്മുടെ നാട്ടിലെ ഇതുപോലെ പുഞ്ചപ്പാടം പോലെ വരും ദിവസം ഉണ്ടോ ആന്റി ബിൽഡിംഗ് ആകാം അരിമാൻ പോയി നോക്കാം. ബിൽഡിങ്ങുകൾ പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നോക്കിയത് സൈഡെല്ലാം അടച്ചു വെച്ചേക്കില്ല ഇപ്പൊ പിന്നെ സൈഡൊക്കെ കാണാം മറ്റേ ഒന്നും കാണത്തില്ല സൈഡ് ഓ ശരി. ആ കേട്ടോ, പാലം കാണാം നമ്മൾ ഏകദേശം ഒന്നും കണ്ടില്ല അവിടെ നിന്നോട്ടല്ലേ ആ പിടിക്കാം ഞാനോ നേരെ പിടിക്കാം ഗോപുരം ആണെന്ന് വിചാരിച്ചാണ് ബേബി പിടിച്ചോ ബേബി. സ്നേഹമുണ്ടല്ലോ അതെ. ലക്ഷ്മി കൈ അടയ്ക്കുമ്പോ ഇത് നന്നാക്കണേ. അല്ല മറ്റേ കൈ കൊച്ചിനെ പിടിച്ചേ. സമ്മതിച്ചടി കിടക്കുന്നുണ്ട് അങ്ങോട്ടും കിടക്കുക കാണോ അതിനകത്തൊരു ബേബി വിചാരിച്ചൊക്കെ പിടിച്ചാൽ മതിയാ ബേബി ഇസ് ഇറ്റ് ഓക്കേ നോക്കിയിട്ട് എന്താ വലിയ മേളി കാണുന്നതൊക്കെ അതിന് ബേബിമാര് ഇങ്ങനെ കാഴ്ച കാണുന്ന ബേബി കണ്ടിട്ടില്ല. സാധാരണ എങ്ങനെ എല്ലാരും സാധാരണ വണ്ടി കയറിയോണ്ട് ഉറങ്ങുമല്ലോ അവര്. ആ ഇത് ഉറക്കം തോന്നുന്നില്ല ഇത് ക്ഷീണം വരണം കേറി നമ്മൾ ഓർക്ക് രണ്ടു ദിവസം ഈ ഭാഷ ഇങ്ങനെ നാട്ടി അതിനാകെ വന്നത് ഇതിനെ വൈകിട്ടല്ലേ കൈ അടിക്കുന്നുണ്ട്. അല്ല ഞാൻ അങ്ങോട്ട് തിരിച്ചു ഞാൻ തരുമ്പോഴാണ് ഞാൻ ഈ സൈഡിൽ പിടിക്കും. ശരി ആ സൈഡ് നല്ലതാണ് പക്ഷേ ഇങ്ങനെ പിടിച്ചാൽ എവിടെയെങ്കിലും കുത്തി വെക്കാത്താല് ടച്ച് ചെയ്ത് നോക്കി ഇവിടെ ടച്ച് ചെയ്ത് പിടിക്കുക ഇങ്ങനെ ഇവിടെ വേണ്ട അപ്പൊ താന്നു പോകും ആ താന്നു പോവല്ലേ ഓക്കെ ഇവിടെ ടച്ച് ചെയ്ത് പിടിക്കുക Thank you, Mole. You are doing a wonderful job. Yeah. Add on ചെയ്താ മോനെ. ഇതാ വെട്ടത്തിനായ അത് അടിച്ചിരിക്കുന്നത് കേട്ടോ കണ്ടിട്ടാ രാവിലെ ചിലപ്പോ കണ്ണോട്ട് അതെ കണ്ടോട് ഇപ്പം മുമ്പേ കാണുന്നത് ഇതാ, മുമ്പേ എത്താറായി ഇത് ആകെ ശരിയായിരുന്നു അല്ലേ ഇപ്പം ബിൽഡിംഗ് ഒക്കെ നീളം കൂടി വിസിബിൾ അല്ല അല്ല വിസിബിൾ അല്ല അത്. ഫോഗ് പോലെ ഇപ്പം കാണാം ഇപ്പം വീഡിയോ പിടിച്ചാൽ കാണാം യാ ഇത് ഇങ്ങോട്ട് പോകുന്ന രസം യാ മുമ്പിൽ കാണുന്ന രസം അന്ന് നരിമാൻ പോയിന്റ് കണ്ടിട്ട് പിന്നെ ഞാൻ ഹോട്ടലിൽ ഒബ്രോയും കൂടെ കൊണ്ട കാണിച്ചേ. അയ്യോ, പിന്നെ എനിക്ക് തോന്നില്ല ഞാൻ അന്നത്തെ മുഴുവൻ ദിവസം മിണ്ടിയത് അന്തം വിട്ടു. ഒബ്രോയും താജിലും ഒക്കെ പ്രസന്റിലും ഒക്കെ നമ്മൾ കയറിയിട്ടുണ്ട് ഇതൊക്കെ ഞാനങ്ങ് ബിസി ആയിരുന്നേ അത് കാരണം ഇവർക്ക് അങ്ങനെ അത്ര ഒരു എക്സ്പോഷർ മതലൊക്കെ ഇത് തണുപ്പുള്ള ദിസ് ഈസ് മുംബൈ നമി മുംബൈ സേബ്രി മടാല കുളാബ ഡൗൺ ടൗൺ കയറി സേബ്രിയൊക്കെ
ചെമ്പൂരടുത്താ സേവറിയും തോന്നുന്നല്ലേ. സെൻട്രൽ ലൈൻ കഴിഞ്ഞെന്ന് തോന്നുന്നു പാലയില്. തീർത്ത് എന്തോ ഒരു പാലമായിരുന്നു എൻ്റെ അമ്മ. ഇങ്ങനെയുള്ള പാലമൊന്നും നമുക്ക് വലിക്കാൻ പറ്റത്തില്ല, അറിയാമോ? പാലം വലിക്കാന്ന് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ എന്താ എന്നൊന്നും അറിയത്തില്ല. അയ്യോ മോളെ, അതാണ് അതിനാണ് ഈ ഇത്തിരി നീളമുള്ള പാലം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പാലം ആ ക്വസ്റ്റ്യൻ വരുന്നില്ലല്ലോ. പോലീസ് നമ്മളെ അറ്റൻഷൻ ഏതാ മോളെ? എല്ലാവരുടെയും ഓരോ ചെറിയ ബൈറ്റ്. ബോംബെയിലൊക്കെ ഒരാഴ്ച മുമ്പ് കിട്ടാൻ പാടാം. ടവറിന്റെ വലിപ്പം വാട്ട് ഇറ്റ് ഈസ് ബോംബെ ഈസ് ബോംബെ. അത് ഡൽഹിക്കോ മദ്രാസിനോ ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റാത്ത ഒരു അരിപ്പാണ്. അവിടെ കിയ ഇഷ്ടം പോലില്ലേ? കിയ കിയ ഉണ്ട്. അതൊക്കെ ടൊയോട്ട, നിസാൻ, മിത്സുബിഷി അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഉള്ള കിയ ട്രൈ ചെയ്യുന്നുണ്ട്. അവരുടെ എൻജിന് അവർ 5 ഇയേഴ്സിൻ്റെ വാറണ്ടി വരെ കൊടുക്കുന്നുണ്ട്, ഫ്രീ 5. കാരണം എന്നാലേ മാർക്കറ്റിൽ നിന്ന് കയറാനേ ആരാ കിയാക്കാരൻ? കിയാക്കാരൻ. പക്ഷേ ടൊയോട്ടയുടെ എഞ്ചിനാണ് അതെ അതെ അവരുടെ എന്ത് കാണിച്ചാലും അതെ, അതെ. പോവില്ല. അത് ഓടിക്കോളും വണ്ടി. പക്ഷേ ഇടയ്ക്ക് ഇവന്മാരെല്ലാം കൂടി അവരുടെ ഒരു പണി പണിത് അവർക്ക് 1-2 ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയായിരുന്നു. ആ വണ്ടിക്ക് അവരുടെ ഏതോ ഒരു മോഡലിനാണ് തോന്നുന്നു തന്നെ ആക്സിലേറ്റർ അങ്ങ് വെരി ഹൈ പോയിട്ട് വണ്ടി പോയി ക്രാഷ് പോയായിരുന്നു. അയ്യോ, ആ ഒരു ക്യൂയിൽ അതിൻ്റെ ഒരു റീകോളിൽ അവർ പെട്ടുപോയെന്നുള്ളതാണ്. കാരണം അവിടെ ക്യാമറകൾ വണ്ടിയിലുണ്ടല്ലോ. അപ്പോൾ ആ ഡ്രൈവേഴ്സ് ആ ലാസ്റ്റ് മൊമെൻറ്റ് പറയുന്ന കാര്യങ്ങൾ മുഴുവനുണ്ടല്ലോ, അത് മുഴുവൻ അവർക്ക് ഇതായിരുന്നു, അവരുടെ കോർട്ടിലെ ഡോക്യുമെൻറ്റ്സ് ആയിരുന്നു. മനസ്സിലായില്ല? അതായത് പെഡൽ തന്നെ അങ്ങ് ആക്സിലേറ്റർ ചെയ്ത് പോവാം. അങ്ങനെ ഒന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. അത് ഒരു രീതിയിലും പിടിച്ചു നിർത്താൻ എത്തല്ല ബ്രേക്ക്. എന്നിട്ട് അവസാനം അവർ ആ വണ്ടിക്കകത്ത് ഫ്രണ്ട് ഡ്രൈവർ സീറ്റിലെ മാറ്റിച്ചു. അതായത് ഇത് ചെയ്തതാന്ന്. അതല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ റീകോൾ ചെയ്ത എൻജിൻസിൽ പിന്നെയും ആ ഒരു ഇഷ്യൂ, പിന്നെ ഒരു 1-2 ഇൻസിഡൻറ്റ് ഉണ്ടായി. അതിലവൻ പൊട്ടമായിട്ട് പെട്ടുപോയി. കംപ്ലീറ്റ് മാർക്കറ്റ് ഡൗൺ ആയിരുന്നു. അവർ ഒരൊറ്റ വണ്ടി വിറ്റ് പോകത്തില്ലായിരുന്നു. നമ്മളൊന്നും അറിഞ്ഞില്ല. അറിഞ്ഞില്ല. US അതൊരു ഇപ്പോൾ ഒരു 6-8 വർഷമായി കാണും. പക്ഷെ ആ സമയത്ത് നിസാനും എല്ലാ വണ്ടിക്കാരും അതിനൊരു ഇത് കൊണ്ടുവന്നായിരുന്നു. കാരണം ടൊയോട്ട ഇങ്ങനെ ഒരു ഇത് ചെയ്ത് ആക്രമിക്കുന്നതിനെ അമേരിക്കൻ കാർക്കാരുടെ ഒരു ഇതായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ വന്നതില്ല. പക്ഷേ ഇൻസിഡൻറ്റ് ഉണ്ടായി. പിന്നെ അത് സോൾവ് ആയി കഴിഞ്ഞ് ഇപ്പോൾ അവർ വീണ്ടും പിടിച്ചെടുത്തു. അപ്പോഴത്തേനാണ് ടെസ്ല കയറി വന്നത്. ടെസ്ല കയറി അവനങ്ങ് മാർക്കറ്റ് കൊണ്ടുപോയി. പക്ഷെ ഇപ്പൊ ടെസ്ല പോയി. അതെ അല്ല അതെ അവന്റെ ബാറ്ററി പോയാൽ പിന്നെ ആ വണ്ടി ഒന്നിനും കൊള്ളുകയല്ലേ. അതെ ആ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്ന പിന്നെ ഒരു വണ്ടിയുടെ കാശാകും മേടിക്കുന്നു.
അത് കാരണം ഇംഗ്ലണ്ടിലൊക്കെ വണ്ടി റോഡിന് നടുക്കിട്ട് കത്തിച്ച് കളയുന്ന ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായില്ല. കാരണം ഒരു വണ്ടി മേടിച്ച് പിന്നെ ആ വണ്ടിയുടെ വില തന്നെ ബാറ്ററി റിപ്ലേ അത് ഇങ്ങനെ 3 years 4 years വരുമ്പം അത് കഴിഞ്ഞ് അവനിപ്പോൾ ഒരു സൈബർ ട്രക്ക് ഇറക്കി. അതും ആർക്കും വേണ്ട. അത് ഭയങ്കര $1 കോടി $100,000 വില ഇല്ല. തുടക്കത്തിലൊക്കെ കുറച്ച് പേരൊക്കെ മേടിച്ചു, പക്ഷേ ഇപ്പോൾ ആരും എടുക്കുന്നുമില്ല. ഡെലിവറി എടുക്കാൻ പറഞ്ഞാൽ അവരാരും വന്ന് എടുക്കത്തില്ല. ഞങ്ങൾ ഈയിടയിൽ ഒരു കോൺഫറൻസിന് വരുന്നു. അല്ല അവിടെ ആ കോൺഫറൻസിന് നേരത്തെ ഇതുപോലെ പൈസ അടച്ച് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിരുന്ന കാരണം ഞങ്ങൾ ഇങ്ങോട്ടുള്ള വരവ് പലതും മുടങ്ങിപ്പോയത്. ഞങ്ങൾ കോൺഫറൻസ് തിരിക്കുമ്പം തന്നെ ഞങ്ങളുടെ കൂടെ നമ്മുടെ അച്ഛന്മാരെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പല പള്ളിക്കാരുടെ ഒരു കോൺഫറൻസ് ആയിരുന്നു. അതങ്ങ് വെച്ചോ. വേണ്ട മോനെ നോക്കപ്പം അത് പറയും കറക്റ്റായിട്ട്. എനിക്ക് ഇത്രയേ ഉള്ളൂ, എൻ്റെ നെറ്റിൻ്റെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അത് അവിടുത്തെ ഫോണാണ്. കറക്റ്റ് ആയിരിക്കും. In 600 meters, keep right to stay on Eastern Freeway. വണ്ടിയുടെ ഇടയിൽ കൂടെ പോകുന്നത് അതിനോടൊന്ന് അടുപ്പിച്ചെടുത്താണ്. എവിടുത്താണ് ഞാൻ ഒരു വീഡിയോ എടുത്തോളാവേ. അവരാണ് ഇറങ്ങിപ്പോയല്ലേ. അവരൊക്കെ ഡാൻസ് ചെയ്യുമായിരുന്നു ടൈറ്റാനിക് പോലെ. Keep right to stay on Eastern Freeway. Continue for 3 kilometers. ഇതിൻ്റെ ഒരു ഹോൾഡറേ വെക്കണേ, എന്നാലേ ഈ ഇത് വെക്കാനേ GPS ഓടിക്കാനേ. ഹാൻഡ് ഫ്രീ ആണ് അവിടെ, പല സ്റ്റേറ്റിലും ഹാൻഡ് ഫ്രീ ആണ്. നമുക്ക് കൈ പിടിക്കാൻ ഒക്കത്തില്ല. ബോംബെ ആണോ കണ്ടോ? അതെ അതെ Yeah, man. Thanks, man. Oh, yeah. You know, actually, ഞാൻ ആക്ച്വലി നമ്മൾക്ക് ടാക്സിയിലൊന്നും ഇരുന്ന് അങ്ങനെയൊന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ. ഇത് നമ്മുടെ വണ്ടിയിലാണെങ്കിൽ നമുക്ക് കംഫർട്ടായിട്ടേ യുനോ.
കൂടെ പോവാം. ഒന്നും പറഞ്ഞില്ല, നേരെ പോട്ടെ. താഴെ ഇറങ്ങിയാൽ പിന്നെ കയറാൻ പറ്റും. അതെ, അല്ലാതെ ആ ലൈൻ നോക്കുക മനസ്സിലാവും. എന്നാലേ അത്, പക്ഷേ എൻ്റെ ഫോണിൽ അത് മനസ്സിലാക്കി. In 300 meters, use any lane to turn slightly left onto the ramp to Bengaluru, Mumbai Highway, Gangkokar, Mankad Link Road. വാ, ബാംഗ്ലൂർ വരെ പോവാം. ഞാൻ വിചാരിച്ചു ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ. എനിക്ക് 3 വഴി അറിയത്തുള്ളൂ. Use any lane to turn ഒന്ന് slightly ജോലിക്ക് left പോകുന്ന, onto ഒന്ന് the പള്ളിയിൽ ramp to പോകുന്ന, ഒന്ന് Bengaluru. ഗ്രോസറി മേടിക്കാൻ പോകുന്നത്. ഈ റോഡിൽ ഏതെങ്കിലും പണിയോ വല്ലതും ആണെങ്കിൽ ഞാൻ പെട്ടു. അത് പണിക്കാർ ബ്ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ മനസ്സങ്ങനെ Continue on Bengaluru, Mumbai ഇങ്ങനെ Highway യുനോ. for 1 kilometer. ഇതിന് ട്രാഫിക് ഒക്കെ ഉണ്ട്. ലെഫ്റ്റ് സൈഡ് ഈ പോകണം റൈറ്റ്. അതെന്റെ ഫോണിൽ അത് വന്നേ. In 400 meters, turn left onto Chettinad Service Road, Service Road. നല്ല നെറ്റ് കൊടുത്താൽ കിട്ടുന്നത് ഇപ്പൊ. ഞാൻ അവിടുത്തെ ശാലിനെ കൊണ്ട് ഇത് അടിച്ചിട്ടുണ്ട്. അതിന് പറയുന്ന റൂമിംഗ് സർവീസേ. ഓ, അവിടുത്തെ നെറ്റാ. ആ നെറ്റാ. സെർവർ ഇതേതാ? Take the അതൊന്നും second left onto എനിക്കറിയത്തില്ല. Chettinad Service Road, Service Road. വോഡാഫോൺ ഐഡിയ അങ്ങനെ അങ്ങനെ അറിയത്തില്ല, അവരുടെ തന്നെ ആണോ എന്നൊന്നും അറിയത്തില്ല. ഇനിയും അവിടുത്തെ പേര് പോകാം. പേര് ടി മൊബൈൽ. Slide right toward Bengaluru, Mumbai Highway. അവരുടെ സെർവർ ഇത് ടി മൊബൈൽ. അവിടെ 3-4 എണ്ണം ഉള്ളു അങ്ങനെ കമ്പനികൾ. ഒന്ന് ഇനി അതൊക്കെയായിരുന്നു. നെറ്റ് കിട്ടുമെന്ന് പറഞ്ഞോട്ടെ അതുകൊണ്ട് ആ, ഈ നെറ്റില്ല, ഞങ്ങൾക്ക് വാട്സപ്പ് ഇല്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല യുനോ. Slide right toward Bengaluru. അപ്പം ഞാനും ഷൈനി അത് എടുത്തിട്ടുണ്ട് റോമിങ്. ഇപ്പം ഈ ഫോൺ കോൾ എല്ലാം വാട്സപ്പിൽ കൂടെ ചെയ്യുന്നത് കൊണ്ട് മറ്റേ ഇതില്ലെങ്കിലും കുഴപ്പമില്ല. മറ്റേ ഇല്ല. പ്ലസ് അവർ കമ്പനിക്കാർക്കുണ്ടല്ലോ, അവരുടെ ഫോൺ വരുമാനം നിന്നുപോയി. മറ്റേത് ഈ റോമിംഗ് സർവീസൊക്കെ ഫ്രീ ആയിരുന്നു. Merge onto Bengaluru. പക്ഷേ ഇപ്പോൾ അവർക്ക് 5 പൈസ കിട്ടാത്തതുകൊണ്ട് അവർ ഇതിൻ്റെ അകത്ത് ഭയങ്കര ചാർജ് Left അടിക്കും. 2 lanes to turn left onto Bengaluru, Mumbai Highway. ഇത് ലെഫ്റ്റ് അല്ലേ? ഏതാ വഴി? നേരെ പോയിക്കോട്ടെ. Use the left 2 lanes left, to turn left. left onto Bengaluru, Yeah. Mumbai Highway, Mumbai, Pune Highway. കേട്ടതായിരുന്നു, ലെഫ്റ്റാന്ന് കേട്ടായിരുന്നു. Continue on Bengaluru, Mumbai ചിലപ്പോൾ ഇവര് Highway. വിശ്വസിക്കാൻ പറ്റില്ല. അതെ. ഇതൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് എടുത്ത് മാറ്റും അല്ലേ. 500 മീറ്റർ ഉണ്ട് ലെഫ്റ്റായിരുന്നു. ഈ വഴിയല്ല. ഇത് ബാംഗ്ലൂർ റോഡാണ്. അപ്പം നേരെ എടുത്ത് അപ്പുറം കണ്ട് ഇറക്കുക. നിങ്ങൾ നാട്ടിൽ പോകുമ്പോ ഇതിലല്ലേ അല്ല, വെച്ചു അല്ലേ? ഇതൊക്കെ അങ്ങ് നമ്മളിപ്പോ ബോംബെയിലാ. ഇത് അതർ ഡയറക്ഷൻ അടി ഷൈനി. പൂനെ വഴിയല്ലേ? ആ, പൂനെ വഴി നമ്മള്. ഇതൊക്കെ ബോംബെ വന്നു നമ്മള്. ഉരുളയൊക്കെ ബോംബെ അല്ലേ? ബോംബെ. നമ്മള് പൻവേൽ വഴി അതുവഴി അങ്ങ് പോകും. പൻവേലിൽ കൂടെ ആ നമ്മളെ വഴി. ഇപ്പൊ സിറ്റിക്കകത്ത് കയറിയാണ്. ഇനി എത്ര മിനിറ്റ് പറയുന്നുണ്ട് മോനെ? അത്രേ ഉള്ളൂ. മോനെ ആ പോകുന്ന പോക്കിൽ ഒന്ന് നിർത്തി ഒരു കോഫി കുടിച്ചാൽ ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ഞാൻ മെസ്സേജ് ചെയ്തോളാം അവനെ. ബേബി ഉറക്കമായപ്പോൾ അല്ലേ? അല്ലേ അങ്ങ് പോവാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതല്ലേ
In 400 meters, take the exit. രേഷ്മ എന്തോ അടിച്ചിരുന്നു ടീ ഷോപ്പ്